സക്സസ് ഫയലിലേക്ക് സ്വാഗതം. LDC സ്പെഷ്യൽ 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് 9 രാജ്യങ്ങളാണ്. 9. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്ര? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളാണ്. അവ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2. ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാൻ, കൂടുതൽ ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. മറ്റു അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം. മറ്റ് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 16 ആണ്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, മേഘാലയ എന്നീ 16 സംസ്ഥാനങ്ങൾ മറ്റു അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. ലഡാക്ക് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ചിക്കുൻ ഗുനിയ എന്ന വാക്കിനർത്ഥം. ചിക്കുൻ ഗുനിയ വളഞ്ഞു നിൽക്കുക എന്നാണ്. വളഞ്ഞു നിൽക്കുക. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ. പ്രോസോപഗ്നോസിയ. പ്രോസോപഗ്നോസിയ എന്നതാണ് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ. പ്രോസോപഗ്നോസിയ. ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഉമിനീർ പ്രവർത്തിക്കുന്നത് അന്നജത്തിലാണ്. അന്നജം. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം മുംബൈയാണ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം മുംബൈ. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി മുദിമാൻ കമ്മിറ്റിയാണ്. മുദിമാൻ കമ്മിറ്റിയാണ് പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. മുദിമാൻ കമ്മിറ്റിയുടെ രൂപവത്കരണത്തിന് പരിശ്രമിച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. മുദിമാൻ കമ്മിറ്റിയുടെ രൂപവത്കരണത്തിന് പരിശ്രമിച്ച പാർട്ടി സ്വരാജ് പാർട്ടി. ഇൻക്യുബേറ്ററിലെ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 99.5 മുതൽ 100.5 വരെയാണ് ഇൻക്യുബേറ്ററിലെ താപനില. 99.5 മുതൽ 100.5 വരെയാണ് ഇൻക്യുബേറ്ററിലെ താപനില. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ്. നെഫോസ്കോപ്പ് എന്തിനുപയോഗിക്കുന്നു? മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്നു നെഫോസ്കോപ്പ്. ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതിയാണ് വെർണലൈസേഷൻ. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായിട്ട് സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതിയാണ് വെർണലൈസേഷൻ. കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി, ചിത്തിര, മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയതാരാണ്?
ജോസഫ് മുരിക്കനാണ്. ജോസഫ് മുരിക്കൻ. കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത് ജോസഫ് മുരിക്കൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അന്ധൻ ആരാണ്? എറിക് വെയൻമേയർ. എറിക് വെയൻമേയർ ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അന്ധൻ. ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന? സർവേ ഭവന്തു സുഖിന എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന എന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? തിയോഡർ ഷ്വാൻ ആണ്. തിയോഡർ ഷ്വാൻ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവാഹനത്തിന് സഹായിക്കുന്നത്? മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവാഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. മർമ്മരന്ധ്രം. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ് ഏതാണ്? യോദ്ധാവ്. ആപ്പിന്റെ പേര് യോദ്ധാവ്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. 2020 ഫെബ്രുവരിയിൽ 4000 വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ് വില്ലേജ് കണ്ടെത്തിയത് എവിടെ നിന്നുമാണ്? 2020 ഫെബ്രുവരിയിൽ 4000 വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ് വില്ലേജ് കണ്ടെത്തിയത് വാരണാസിയാണ്. ഉത്തർപ്രദേശിലെ വാരണാസി. ഡാഷ് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്? പാമ്പുകൾ ഗന്ധം അറിയുന്നത് നാക്ക് ഉപയോഗിച്ചാണ്. നാക്ക്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? സാലിം അലിയാണ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സാലിം അലി. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ടാണ്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. മാഹി ഏതു യൂറോപ്യൻ ശക്തിയുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു? മാഹി ഫ്രഞ്ചുകാരുടേതായിരുന്നു. മാഹി ഏത് യൂറോപ്യൻ ശക്തിയുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു? ഫ്രഞ്ചുകാർ. കൃത്രിമ മഴ പെയ്യുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം? സിൽവർ അയോഡൈഡ് ആണ്. സിൽവർ അയോഡൈഡ്. കൃത്രിമ മഴ പെയ്യുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥമാണ് സിൽവർ അയോഡൈഡ്. ഗീതാ ഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം അറിയപ്പെടുന്നത്? ദേവഗീത. വിവർത്തനത്തിന്റെ പേര് ദേവഗീത. ഗീതാ ഗോവിന്ദത്തിന് ആരാണ് വിവർത്തനം? ചങ്ങമ്പുഴ രചിച്ച വിവർത്തനമാണ് ദേവഗീത. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം? മിൽക്ക് ഓഫ് ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്ന പേര്? സാഗർമാത എന്നാണ്. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർമാത. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല? കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? കാസർഗോഡ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളയ്ക്ക് ഉദാഹരണം? നെല്ല്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായിട്ട് ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളയ്ക്ക് ഉദാഹരണമാണ് നെല്ല്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം? ശുക്രനാണ്. ശുക്രൻ. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? അണുസംയോജനമാണ്. നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനം അണുസംയോജനം. ന്യൂക്ലിയർ ഫ്യൂഷൻ. വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് രീതി? വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് രീതിയാണ് ബോൺസായ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ സ്ഥാപിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ സ്ഥാപിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. റാണി പത്മിനി. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത? ബോംബെ താനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ താനെ. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം? വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണമാണ് VDR, വോയേജ് ഡാറ്റ റെക്കോർഡർ. VDR, വോയേജ് ഡാറ്റ റെക്കോർഡർ. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം
2015. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015. ശക്തിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. ഇടശ്ശേരി. ശക്തിയുടെ കവി ആരാണ്? ഇടശ്ശേരി. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാര പാത ഏതാണ്? ഓർബിറ്റ് ആണ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ്. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചിലന്തിയാണ്. ബ്ലാക്ക് വിഡോ ചിലന്തി. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1911. കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയത് 1911. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം ഏതാണ്? അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം നവംബർ 10. നവംബർ 10. മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം. മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബോർഗഡ് ചുരമാണ്. ബോർഗഡ് ചുരം. മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർഗഡ് ചുരം. കുമാരനാശാന്റെ നളിനി ഏത് കാവ്യ വിഭാഗത്തിൽപ്പെടുന്നു? നളിനി ഖണ്ഡകാവ്യമാണ്. കുമാരനാശാന്റെ നളിനി ഏത് കാവ്യ വിഭാഗത്തിൽപ്പെടുന്നു? ഖണ്ഡകാവ്യം. വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ. വൈദ്യുത പ്രവാഹം മൂലം ഒരു ലായനിക്കുണ്ടാകുന്ന രാസവിഘടനം. വൈദ്യുത പ്രവാഹം മൂലം ഒരു ലായനിക്കുണ്ടാകുന്ന രാസവിഘടനമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണം. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ്. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ആണ് ഓം. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓം. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ പ്രസ്ഥാനം. ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ഏപ്രിൽ 23. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചത്. ദേശീയ സാക്ഷരതാ മിഷൻ 1988. ദേശീയ സാക്ഷരതാ മിഷൻ ആരംഭിച്ചതെന്നാണ്? 1988. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം സ്ഥിതികോർജമാണ്. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജമാണ് സ്ഥിതികോർജം. മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ്. ഡോൺ എന്ന പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്ന മലയാളി പോത്തൻ ജോസഫ്. ഡോൺ എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? മുഹമ്മദ് അലി ജിന്ന. എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സൊണോറ. സർബതി സൊണോറ. ഡെക്കാൻ ഹെറാൾഡിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി ഡെക്കാൻ ഹെറാൾഡ് പോത്തൻ ജോസഫ്. ഡെക്കാൻ ഹെറാൾഡിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി ആരാണ്? പോത്തൻ ജോസഫ്. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് എന്നത് സേതു ലക്ഷ്മിബായി. സേതു ലക്ഷ്മിബായിയുടെ ജീവചരിത്രമാണ് അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് എന്നത്. ഫ്ലൂർ സ്പാർ എന്തിൻ്റെ അയിരാണ്? ഫ്ലൂർ സ്പാർ കാൽഷ്യത്തിൻ്റെ അയിരാണ് ഫ്ലൂർ സ്പാർ. ഫെൽ സ്പാർ എന്തിൻ്റെ അയിരാണ്? ഫെൽ സ്പാർ പൊട്ടാസ്യത്തിൻ്റെ. കാൽഷ്യത്തിൻ്റെ ഫ്ലൂർ സ്പാർ, ഫെൽ സ്പാർ പൊട്ടാസ്യം. ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി? ബൈപ്പാസ് സർജറി ഹൃദയമാണ്. ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന BN റാവു ഏത് അയൽ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത്? മ്യാൻമാറിൻ്റെതാണ്. ആരാണ്? BN റാവു. ഏത് രാജ്യത്തിൻ്റെതാണോ? മ്യാൻമാർ. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ്? ജുഗ്നുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജ്ജം എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. കൂടുന്നു. മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം? മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത് 1913 1913. രക്തത്തിൻ്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ? രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. 55. പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലം? പ്ലാസ്മയുടെ 95% ജലമാണ്. 95%. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത്? K. കേളപ്പനാണ്. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ ആരാണ്? K. കേളപ്പൻ. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അഗ്നി. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? ഹയോയിഡ് അസ്ഥിയാണ്. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ് അസ്ഥി. ഹീമോഗ്ലോബിൻ്റെ ധർമ്മം. ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്താണ്? ഓക്സിജനെ വഹിക്കുക എന്നതാണ്. ഓക്സിജനെ വഹിക്കുക. എന്തിൻ്റെ ധർമ്മം? ഹീമോഗ്ലോബിൻ്റെ ധർമ്മം. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം ഏതാണ്? ചുവന്ന രക്താണുക്കളാണ്. ചുവന്ന രക്താണുക്കളാണ് ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം. ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്രയാണ്? 120 ദിവസമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നാഡീകോശം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതക മൂലകം ഏതാണ്? ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതക മൂലകം റാഡോൺ ആണ്. റാഡോൺ. ഹെമീസ് ദേശീയോദ്യാനം ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ഹെമീസ് ലഡാക്കിലാണ്. ഹെമീസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക്. ഇന്ത്യയിൽ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഏറ്റവും വടക്കേതാണ്? ഹെമീസ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? കിഴക്ക് നംഫദയാണ്. നംഫദ അരുണാചൽ പ്രദേശിൽ. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നംദഫ അരുണാചൽ പ്രദേശിൽ. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നംദഫ അരുണാചൽ പ്രദേശ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ലിപ്പിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിപ്പിഡോലൈറ്റ് ലിഥിയത്തിൻ്റെ അയിരാണ്. ലിപ്പിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിഥിയം. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ K. സച്ചിദാനന്ദനാണ്. പുസ്തകത്തിൻ്റെ പേര് എഴുത്തച്ഛൻ എഴുതുമ്പോൾ. രചിച്ചത് K. സച്ചിദാനന്ദൻ. സ്വദേശി മിത്രൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ G. സുബ്രഹ്മണ്യ അയ്യറാണ്. G. സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി മിത്രൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? G. സുബ്രഹ്മണ്യ അയ്യർ. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകനാണ് രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ല. S.K. പൊറ്റക്കാടിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ? ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ്. നോവലിൻ്റെ പേര് ഒരു ദേശത്തിൻ്റെ കഥ. ആരുടെ കൃതിയാണ്? S.K. പൊറ്റക്കാടിൻ്റെതാണ്. കഥാപാത്രത്തിൻ്റെ പേര് ശ്രീധരൻ. ബൊറാക്സ് എന്തിൻ്റെ അയിരാണ്? ബൊറാക്സ് ബൊറാക്സ് സോഡിയത്തിൻ്റെ അയിരാണ്. ബൊറാക്സ് സോഡിയത്തിൻ്റെ അയിരാണ്. ലിംക ട്രോഫി ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിംക ട്രോഫി ചെസ് ആണ്. ലിംക ട്രോഫി ഏത് കായികനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെസ്. സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം.
റഷ്യൻ വിപ്ലവമാണ് സോഷ്യലിസം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ വിപ്ലവം ഏതാണ്? റഷ്യൻ വിപ്ലവം. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതി? വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്: തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശമാണ് നോട്ട. നോട്ട എന്നത് നൺ ഓഫ് ദി എബോവ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശം നോട്ട. നോട്ട എന്നത് നൺ ഓഫ് ദി എബോവ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.